ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മുടെ പഴയൊരു വീഡിയോ ആണ്. ഇതിൻ്റെ സൗണ്ട് കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് വീണ്ടും ഒന്നും കൂടെ ചെയ്തേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സൗണ്ട് ക്ലിയർ അല്ല, ഒന്നും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ മീൻകുളത്തിൽ വയ്ക്കുന്ന അക്വാപോണിക്സിൻ്റെ ഒരു സൈഫൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ആയിരുന്നു. ഇപ്പോൾ എല്ലാവരും അങ്ങനെ ഒരു പരാതി പറഞ്ഞതുകൊണ്ട് ഞാൻ എന്തായാലും ഒന്നും കൂടെ ഇത് സൗണ്ട് കൊടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, എന്നാലേ മനസ്സിലാകത്തുള്ളൂ എന്തോ സംഭവം എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് സൈഫൺ ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടുന്ന ഈ ഒരു പാത്രമാണ്. ഇത്രയും വലിപ്പമുള്ള ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴ്ഭാഗത്ത് ഹോൾ ഇടാനായിട്ട് ഞാനൊരു കമ്പിയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടാക്കിയിട്ട് അവിടെ ഒരു ഹോൾ ഇടണം. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 1 ഇഞ്ചിൻ്റെ FT കയറ്റാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഹോൾ ഇടാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ ഞാനിത് ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിനകത്ത് വെച്ചൊന്ന് ചൂടാക്കി ഒരു ഹോൾ ഇടാൻ നോക്കുകയാണ്. നമ്മളെടുക്കുന്ന കമ്പി നല്ലതുപോലെ ചൂടാക്കാൻ ശ്രദ്ധിക്കണം, എന്നാലേ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ അത് ഹോളായി വരത്തുള്ളൂ. ഇപ്പോൾ ഞാൻ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇത് 1 ഇഞ്ചിൻ്റെ FT കയറ്റാൻ പാകത്തിനുള്ളൊരു ഹോളാണ്. അപ്പോൾ അതിൻ്റെ ഈ ഇങ്ങനെ ചൂടാക്കി ഇത് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ അംശമൊക്കെ കാണും. അതൊക്കെ ഒന്നെടുത്ത് വൃത്തിയാക്കണം. അതിനുശേഷം ഞാൻ MTA കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ FTA ഞാൻ അകത്തൂടെ ഒന്ന് കയറ്റി ടൈറ്റ് ചെയ്യുകയാണ്. ടൈറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ പുറകിലായിട്ട് അതിൻ്റെ FTA കണക്ട് ചെയ്യാം. ഇതിൻ്റെ ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പശ ചേർക്കാം കേട്ടോ. പശ ഏതാണെന്ന് വെച്ചാൽ MCയിലോ മറ്റേ ഈ പൈപ്പൊക്കെ ഒട്ടിക്കുന്ന ഒരു ഗ്ലൂ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഗ്ലൂ ഇടുമ്പോൾ ഈ ഒരു ഭാഗം മാത്രം നമ്മൾ ഗ്ലൂ ഇട്ട് കൊടുത്താൽ മതി, ബാക്കിയെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അഴിക്കാനുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ഇനി വേണ്ടുന്ന സാധനം ഒരു പൈപ്പാണ്. 1 ഇഞ്ചിൻ്റെ പൈപ്പ് ഈ ഒരു നീളത്തിൽ നമുക്ക് ആവശ്യമുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു അളവിലാണ് നമ്മൾ ഈ ഒരു പാത്രത്തിൽ വെള്ളം നിൽക്കേണ്ടത്. അപ്പോൾ ആ ഒരു അളവിൽ അതിൽ നിന്ന് ഒരു 2 ഇഞ്ച് മുകളിലോട്ടായിരിക്കും നമ്മൾ ഈ ഒരു മെറ്റൽ ഇടുന്നത്, ബേബി മെറ്റൽ ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 2 ഇഞ്ചും കൂടെ പൊക്കി ആയിരിക്കും ഇടുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു അളവിലാണ് വെള്ളം ഇതിനകത്ത് നിൽക്കേണ്ടത്. അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു പൈപ്പിൻ്റെ അളവ് സെറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ടുന്നത് 1 ഇഞ്ചിൽ നിന്ന് 1.5 ഇഞ്ചിലോട്ട് ഒരു റെഡ്യൂസർ. ആ റെഡ്യൂസറും നമുക്ക് മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇവിടെ നിന്ന് നമ്മൾ ഗം അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അഴിച്ചെടുക്കാനുള്ളതാണ്. നമ്മൾ പാത്രത്തിനും ആ ഒരു MTA മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, അവിടെ ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ട്, അതുപോലെ ക്വാളിറ്റിക്ക് ഇത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഡബ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പൈപ്പ് അതിൽ നിന്ന് ഒരു 2 ഇഞ്ചും കൂടെ പൊക്കിയാണ് നമ്മൾ ഈ ബേബി മെറ്റൽ ഇടേണ്ടത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് അടുത്തത് വേണ്ടുന്ന ഒരു 1.5 ഇഞ്ചിൻ്റെ 2 ഇഞ്ചിൻ്റെ ഒരു പൈപ്പാണ്. അതിൻ്റെ താഴെയായിട്ട് ഞാൻ ഇങ്ങനെ ഹോൾ ഇട്ടിട്ടുണ്ട്. ഇതുവഴിയാണ് നമ്മുടെ വെള്ളം, അതിലേക്ക് വരുന്ന വെള്ളം മുകളിലോട്ട് കയറി വരേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു 4 ഹോളും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് എങ്ങനെയാണ് വെള്ളം അതിന് അടിയിൽ കൂടെ മുകളിലേക്ക് കയറി വരും. ഈ മുകൾ ഭാഗം നമ്മളിപ്പോൾ അടയ്ക്കാൻ പോവുകയാണ്, അതുകൊണ്ട് അതിലേക്കൂടെ വെള്ളം കയറത്തില്ല, താഴേക്കൂടെയാണ് വെള്ളം കയറുന്നത്. കണ്ടോ, ഇത്രയൊരു ഹൈറ്റിൽ നമ്മൾ പൊക്കി വേണം ഇടാനായിട്ട്. അതിനുശേഷം നമ്മുടെ അതിൻ്റെ മുകൾ ഭാഗം ഒരു എൻഡ് ക്യാപ്പ് വെച്ച് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഒരു മെറ്റൽ ഷീൽഡ് വേണം. ഇത് അന്ന് ഞാൻ ചെയ്തതിനകത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത്രയും വലിയ ഹോളിൻ്റെ ആവശ്യമില്ല.
അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇത്തിരി കൂടെ ചെറിയ ഹോള്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആക്സോ ബ്ലേഡ് വെച്ചിട്ട് ഒന്ന് വരിഞ്ഞു കൊടുത്താൽ മതി. അതുപോലത്തെ കുറേ സംഭവം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തൂടെ മെറ്റൽ ഇറങ്ങത്തില്ല. ഇതിനകത്തൂടെ ഞാൻ ചെയ്തതിനകത്ത് മെറ്റൽ കുറച്ച് അകത്തോട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു പൈപ്പ് വെച്ച് അതിൻ്റെ പുറത്തുകൂടെ നമ്മളൊരു മെറ്റൽ ഷീൽഡ് വയ്ക്കുന്നു. ഇത്രയാണ് നമ്മുടെ ഈ ഒരു അക്വാപോണിക്സിൻ്റെ സൈഫണിന് വേണ്ടുന്നത്. ഇനി പുറത്തേക്കുള്ള ഔട്ട് കൊടുക്കാം. ഔട്ട് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 1 ഇഞ്ചിൻ്റെ ഒരു ചെറിയൊരു പീസ്, അതിനകത്ത് ഒരു എൽബോ, അതിൽ നിന്ന് പിന്നെ പുറത്തോട്ടൊരു വീണ്ടും ഒരു 1 ഇഞ്ചിൻ്റെ പൈപ്പ്. ഇത്രയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് പിന്നെ വീട്ടിൽ കുറച്ച് 1/2 ഇഞ്ചിൻ്റെ പൈപ്പ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു റെഡ്യൂസർ വെച്ചിട്ട് 1/2 ഇഞ്ചിലോട്ട് കൺവെർട്ട് ചെയ്തിട്ട് 1/2 ഇഞ്ചല്ല 3/4 ഇഞ്ചിലോട്ട് കൺവെർട്ട് ചെയ്ത് ഒരു റെഡ്യൂസർ വെച്ചു. അതിനകത്ത് നിന്ന് അങ്ങോട്ട് കുളത്തിലേക്ക് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതുണ്ട്, ഈ ഒരു റെഡ്യൂസർ ഞാൻ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് പിന്നെ 3/4 ഇഞ്ചിൻ്റെ ഒരു പൈപ്പ് കുളത്തിലേക്ക് ഔട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിൽ നിന്ന് ഇനി നമ്മൾ ഔട്ട് കൊടുക്കാനായിട്ട് 3/4 ഇഞ്ചിൻ്റെ ഒരു പൈപ്പ് എടുത്ത് നമ്മുടെ കുളത്തിലേക്ക് എത്ര നീളം ഉണ്ടെന്ന് വെച്ചാൽ ആ ഒരു നീളത്തിൽ നമ്മൾ പൈപ്പ് കട്ട് ചെയ്തെടുക്കുക. അതിനകത്ത് ഈ റെഡ്യൂസറിനകത്തോട്ട് കണക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അറ്റം ഒന്നുകൂടെ എൽബോ വെച്ചിട്ട് ഞാൻ താഴേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നല്ല രീതിയിൽ സക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം. ഇങ്ങനെ എൽ ഷേപ്പിൽ വെക്കുന്ന സമയത്ത് നല്ല രീതിയിൽ സക്ക് ചെയ്തെടുക്കും അകത്തുനിന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ അക്വാപോണിക്സിൻ്റെ സൈഫൺ ഞാൻ ചെയ്ത രീതി. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഇതിനകത്ത് വെള്ളം ഒന്ന് ഒഴിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. കണ്ടോ, ഞാൻ ആദ്യം ആ ഒരു 2 ഇഞ്ചിൻ്റെ പൈപ്പ് ഇട്ടു. അതിനുശേഷം മുകളിലായിട്ട് മെറ്റൽ ഷീൽഡ് ഇടാം. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു എൻഡ് ക്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന ബേബി മെറ്റലും പിന്നെ തൈയൊക്കെ നടുന്ന സമയത്ത് അതിൻ്റെ ഇലയൊക്കെ പഴുത്ത് വീഴത്തില്ലയോ, അതൊക്കെ ഇതിനകത്തേക്ക് വീഴാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. ഇതൊക്കെ ഞാൻ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തിട്ട് ഇതൊക്കെ എനിക്ക് അബദ്ധങ്ങൾ പറ്റിപ്പോയത് കൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും പറയുന്നത്. എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വെള്ളം ഞാൻ ഇപ്പോൾ ഒഴിക്കുന്നില്ലേ, അത് നമ്മുടെ കുളത്തിൽ നിന്ന് അക്വാപോണിക്സ് ടാങ്കിനകത്ത് വന്നിട്ട് ഫിൽറ്റർ ചെയ്ത് വരുന്ന വെള്ളമാണ് ഇതിനകത്ത് വരുന്നത്. ആ വരുന്ന വെള്ളം നമ്മളിങ്ങനെ നിറഞ്ഞ് ആ ഒരു അകത്ത എൻഡ് ക്യാപ്പ് ഇട്ടേക്കുന്ന ഒരു പോർഷനില്ലേ, അതിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട്, 4 ഹോൾ ഇട്ടിട്ടുണ്ട്. അതിലൂടെ വെള്ളം മുകളിലേക്ക് വന്നിട്ട് നമ്മുടെ റെഡ്യൂസർ വെച്ചേക്കുന്ന ഏറ്റവും അകത്ത പോർഷനിൽ എത്തുമ്പോഴത്തേക്ക് വെള്ളം മൊത്തത്തിൽ ഇങ്ങനെ സക്ക് ചെയ്ത് താഴോട്ട് പോവും. അങ്ങനെയാണ് ഫുള്ള് വെള്ളം താഴെ വരെ പോകുന്നത്. ഇപ്പോൾ ഏകദേശം ആ ഒരു പോർഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വെള്ളം ഇതുപോലെ പുറത്തേക്ക് പോവും. ഈ വെള്ളം നമ്മുടെ ആ സൈഫണിൻ്റെ താഴത്തെ ആ ഹോള് എത്തുന്നത് വരെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഫുള്ളായിട്ട് സക്ക് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഈ ഒരു എൽ ഷേപ്പ് ഇട്ടേക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലെ നല്ല ഫോഴ്സിൽ വന്ന് കുളത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നാലേ നല്ല പവറിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വെള്ളം സക്ക് ചെയ്ത് പിടിക്കത്തുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു മെറ്റൽ ഷീൽഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും വലിയ ഹോളിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇത് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതിയെന്ന്. നമ്മുടെ ഈ ആക്സോ ബ്ലേഡ് എടുത്തിട്ട് അത് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഹോളാവും. അപ്പോൾ ഹോളല്ല, ഒരു വര പോലെയാവും. അതിൽ കൂടെ നമ്മുടെ ഈ ബേബി മെറ്റൽ ഇറങ്ങാൻ സാധ്യതയില്ല. അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കണ്ടോ, ഇപ്പം നമ്മുടെ ഈ വെള്ളം ഫുള്ള് സക്ക് ചെയ്ത് തീർന്നിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു ഹോള് നമ്മുടെ ഈ ഒരു സൈഫൺ ഉണ്ടോ, സൈഫണിൻ്റെ ആ ഒരു ഹോൾ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഈ വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റോപ്പ് ചെയ്യും. വീണ്ടും വെള്ളം നമ്മുടെ ഈ ടാങ്കിൽ നിന്ന് നേരെ ഇതിനകത്ത് ഫില്ലാവും. വീണ്ടും വെള്ളം മുകളിലോട്ട് വന്നിട്ട് നമ്മുടെ റെഡ്യൂസറിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്ക് വീണ്ടും ഇതുപോലെ സക്ക് ചെയ്ത്
ഫുള്ള് വെള്ളം താഴോട്ട് പോകും. ഇതുപോലെ വെള്ളം ഫില്ലാവും. അതിനുശേഷം വീണ്ടും ഇങ്ങനെ സക്ക് ചെയ്ത് പുറത്തേക്ക് പോകുന്ന ഒരു രീതിയാണ് നമ്മുടെ ഈ ഒരു സൈഫണിൻ്റെ ഫങ്ഷൻ. അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും.